ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മൺഡേ മോട്ടിവേഷൻ്റെ ഒരു വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചേച്ചി അത് മുടക്കരുത് പ്ലീസ്. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, എല്ലാവർക്കും വേണമെന്നില്ല, പക്ഷെ കുറച്ച് പേർക്ക്. അപ്പോൾ ഇതൊരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. ഞാൻ എൻ്റെ ആശയങ്ങൾ പറയുന്നു, എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കുറച്ച് നമ്മളുടെ സുഹൃത്തുക്കളുടെയൊക്കെ എക്സ്പീരിയൻസും, അങ്ങനെ കുറച്ച് എന്താ പറയുക, വർഷങ്ങളായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. അല്ല, അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്യാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ. ജസ്റ്റ് എ ഡിസ്കഷൻ. ഓക്കെ, പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇന്ന് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഒരു മാരീഡ് ലൈഫിനെ കുറിച്ച്, ഒരു ദാമ്പത്യം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചെറിയ ചെറിയ തോട്ട്സ്. ആ തോട്ട്സിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ ഞാൻ പറയുന്ന ഒരു ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് വിവാഹം ഒരു പ്രയോറിറ്റി അല്ല, അങ്ങനെ ആവണമെന്ന് നിർബന്ധവുമില്ല. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ്. വേണമെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. കല്യാണം എന്നുള്ളതൊരു വലിയ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പണ്ടത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു. കാര്യം സ്ത്രീകൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലായിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് അല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുള്ളവരല്ലായിരുന്നു. പിന്നെ പാരൻസ്, അങ്ങനത്തെ ഒരു സൊസൈറ്റി, കുടുംബക്കാർ, നാട്ടുകാർ, ഒരു ക്ലോസ്ഡ് സർക്കിളായിരുന്നു. കുറച്ചുകൂടി ആളുകളുടെ മനസ്സ് ഇത്ര വിശാലമല്ലായിരുന്നു, ഇത്രയും ലോകപരിചയമില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം ഒരു മസ്റ്റ് സംഭവമായിരുന്നു. ജീവിതത്തിൻ്റെ യാത്രയിൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നായിരുന്നു. അതായത് ടീനേജ് എന്താണ്, ബാല്യകാലം എന്താണ്, അത് കഴിഞ്ഞാൽ വിവാഹപ്രായം, അതിനനുസരിച്ചിട്ട് വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് മോശം, വിവാഹം കഴിച്ച് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ അതൊരു പ്രശ്നം, എല്ലാം അന്വേഷിക്കുന്നു ആൾക്കാർ. അങ്ങനെ അങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. അപ്പോൾ അത് പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി വേണമെങ്കിൽ മാത്രം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. പിള്ളേരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കെൽപ്പുള്ളവരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ പഠിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പ്രൊഫഷനിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു, പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു ആശയമുണ്ട്. കുറേ പാരൻസൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, കുറേ പേര് ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. മക്കളെ സേഫ് ആക്കുക എന്നുള്ളത്, ഈ സേഫ്റ്റി എന്നുള്ളത് വിവാഹം കൊണ്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു, കുറേയൊക്കെ അങ്ങനെയൊക്കെ സത്യവുമായിരുന്നു. പിന്നെന്താ പറയുക, വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വേറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ റേറ്റ്സും വളരെ കൂടുതലാണ്. ഒട്ടും തന്നെ സഹനം പരസ്പരം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ ഡിവോഴ്സ് ആകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെയുള്ള കുറേ പരിമിതികളും കുറേ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജനറേഷൻസിൻ്റെ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വിവാഹം എന്നുള്ളൊരു മസ്റ്റ് ട്രൈ അല്ല, വേണമെങ്കിൽ മതി. അതിന് മെൻ്റലി നല്ല പ്രിപ്പയർഡായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മെൻ്റൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഊഹിച്ചെടുക്കാം. പണ്ടത്തെ ജനറേഷൻ, എൻ്റെ ജനറേഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറേ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ആണും പെണ്ണും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു പീരീഡിലൂടെയാണ്. എങ്കിലും കൂടുതലും സ്ത്രീകളാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയാണ് നമ്മളങ്ങനെ ട്യൂൺഡാണ്. നമ്മുടെ പാരൻസ് അങ്ങനെ ട്യൂൺ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് ആ കാലാകാലങ്ങളായി ഉണ്ടായൊരു രീതിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അത്രയും ട്യൂണ്ടല്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ ട്യൂണ്ടാണെന്ന് പറയുമ്പോഴും ഓൾറെഡി വിവാഹം കഴിച്ചവരാണെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കഷ്ടപ്പാടിലൂടെ ആയിരിക്കാം, കുറേ കാര്യങ്ങളിലുള്ള വിഷമങ്ങളുണ്ടാകാം, എങ്ങനെയൊക്കെയോ കടിച്ചു തൂങ്ങി നിൽക്കുന്നു, ഒരു വിവാഹ ബന്ധത്തിന് പുറത്തേക്ക് കടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് നിൽക്കുന്നു, മെൻ്റലി അത്രയും സ്ട്രോങ് ആയിരിക്കില്ല, ഇപ്പോഴും സമൂഹത്തിനെ ഭയക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി എന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പലതും സഹിക്കുന്ന വീട്ടുകാർ, ആണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ ഒരു ഫാമിലി, അതായത് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഒരു ജോയിൻ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, ഒരു പരിധിവരെ സത്യവുമാണ്. കാര്യം നമ്മളെക്കാട്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അതായത് വിവാഹം കഴിഞ്ഞിട്ട് ബ്രേക്കപ്പായി ഡിവോഴ്സ് ആവണം എന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രീം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അത്രയും തീരുമാനങ്ങൾ എടുക്കും. ഫോർ എക്സാമ്പിൾ, ആ ഒരു കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ, ഒന്ന് ശാരീരികമായി ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫിസിക്കൽ അബ്യൂസ്, ഒന്ന്. രണ്ട്, മെൻ്റൽ അബ്യൂസും ഉണ്ട്. ഒരു നാർസിസ്റ്റ് പോലെയുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അടിച്ചമർത്തി ആളുടെ കോൺഫിഡൻസ് കളഞ്ഞ്, സ്ത്രീയുടെ കോൺഫിഡൻസ് കളഞ്ഞ് അവളെ ഒരു സ്ലേവിനെ പോലെ അല്ലെങ്കിൽ ഒരു അടിമയാക്കി അവളുടെ എല്ലാ പേഴ്സണാലിറ്റീസിൽ നിന്ന് റോബ് ചെയ്ത്, അങ്ങനത്തെ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു നാർസിസം ഉള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ.
പിന്നെ ഫിസിക്കൽ അബ്യൂസ്, അതാണ് ശാരീരികമായ ഉപദ്രവം. പിന്നെ സെക്ഷൽ പെർവേഷൻസ് ഉള്ള ഒരു ഭർത്താവിൻ്റെ കൂടെയും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അത്തരം പുരുഷന്മാരോടൊപ്പം. ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻ. പിന്നെ സംശയരോഗം, ഒരു രക്ഷയുമില്ലാത്ത സംശയരോഗമുള്ള ആൾക്കാർ. പിന്നെ ഓവർ പൊസസീവ്നെസ്സും അതിൻ്റെ ഒരു എക്സ്ട്രീം എൻഡിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത്തരം ആളുകളെയൊക്കെ സഹിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്തരം കണ്ടീഷൻസ്. പിന്നെ കുഞ്ഞുങ്ങളോടുള്ള ഒരു സമീപനം, കുട്ടികളെ ഇൽട്രീറ്റ് ചെയ്യുക, അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മാനസികമായി ഒരു അച്ഛൻ എന്നുള്ള കൺസിഡറേഷൻ ഇല്ലാതെ പെരുമാറും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്ട്രീം കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കണം. അതല്ലാണ്ട് ചെറിയ ചെറിയ ഇഷ്യൂസിനെ കുത്തിപ്പൊക്കിയിട്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് ആണുങ്ങളുടെ കാര്യമാണ് എടുത്ത് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ആണുങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് സഹിക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ച് കുറവായിരിക്കാം, എങ്കിലും അതിലും പുരുഷന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഓക്കെ, സ്ത്രീകൾ ഇതുപോലെ പെരുമാറുന്നത്, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നവർ കുറവായിരിക്കുമല്ലോ. ആ ശാരീരികമായ ഒരു സ്ട്രക്ചറും സ്ട്രെങ്തും അനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കുറവായി, വളരെ അപൂർവമായിട്ട കേസുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ, ഇതൊക്കെ വരികയാണെങ്കിൽ പിന്നെ എന്താ പറഞ്ഞാൽ അഡൾട്ടറി പോലുള്ള കാര്യങ്ങൾ, അതായത് പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചയും ക്ഷമ ചോദിച്ച് വന്നു കഴിയുമ്പോൾ അത് ക്ഷമ കൊടുക്കാനുള്ളൊരു മനസ്സൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ചിലർക്ക് അത്രയും പോലും പറ്റില്ല, അത് സഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അഗെയിൻ ഡിവോഴ്സ് തന്നെയാണ് പരിഹാരം. അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സ്ട്രീം സിറ്റുവേഷൻസിലാണ് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ചെറിയ 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 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ള ഡേ ടു ഡേ ലൈഫിൽ ഒരു ഹസ്ബൻഡും വൈഫും എന്താ പറയുക, ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയും കിടക്കും എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ രണ്ട് വ്യക്തികളാണ്, രണ്ട് വീടുകളിൽ നിന്നും രണ്ട് സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ തുടക്കത്തിലുള്ളൊരു മാധുര്യവും പ്രണയവും ഒന്നും ലൈഫ് ലോങ് ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷേ ഒരു 10% ആൾക്കാർക്ക് ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ. അതായത് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹവും പ്രണയവും ആ ഒരു കെമിസ്ട്രിയും ഒക്കെ ആദ്യ അവസാനം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക്. പല ദമ്പതികളിലും കാണുന്ന കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ തന്നെ ഇക്വേഷൻ മാറും, പ്രയോറിറ്റീസ് മാറും. കുഞ്ഞുങ്ങളിലേക്ക് അമ്മയുടെ ശ്രദ്ധ കൂടുതൽ തിരിയും. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ഹസ്ബൻഡിന് എന്താ സംഭവിക്കുക, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പരിഗണന കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇവർ തമ്മിലുള്ള ടൈം സ്പെൻഡിങ് കുറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ആ ഒരു പഴയ ഒരു ഡെപ്തും ആ ഒരു ഇൻറ്റിമസിയും ആ ഒരു റൊമാൻസും ഒക്കെ കുറഞ്ഞു വരും, സ്വാഭാവികമാണത്. അത് കുറയാണ്ട് നോക്കാൻ പറ്റുന്നവർ വളരെ മിടുക്കരാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പരിണാമമാണ്. പരിണാമം എന്ന് പറയുമ്പോൾ അത് ഒരു ഗ്രാജുവേഷനായിട്ട് പോകുന്ന കാര്യമാണ്. അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞും ഒക്കെ വരും. പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം സമ്മതിച്ചും പറയുന്ന എല്ലാം ഏറാൻ കൂടി ഒക്കെ ഹസ്ബൻഡ് എന്ത് പറഞ്ഞാലും ഭാര്യ അതേ ഏട്ടാ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങൾ രണ്ട് സൈഡിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ത്രീക്ക് എന്തായാലും ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും. ഭർത്താവ് പറയുന്ന എല്ലാം ശിരസാ വഹിച്ച് ഓക്കെ, നമുക്കൊരു ഒന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ എപ്പോഴും വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടുകാർ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാര്യയുടെ പ്രതികരണങ്ങൾ, ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവിനുണ്ടാകുന്ന പ്രതികരണം, അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുന്ന ചില സ്വാരസ്യങ്ങൾ. പിന്നെ അവരുമായിട്ട് കണക്റ്റഡ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ അതിലൂടെ വരുന്ന സംസാരങ്ങൾ, ഇതൊക്കെ സ്വന്തം വീട്ടിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ദാമ്പത്യത്തിനിടയിൽ അങ്ങനെ ഒരുപാട് അസ്വാരസ്യങ്ങൾ വരും ഡേ ടു ഡേ ലൈഫിൽ. പിന്നെ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ, ഡേ ടു ഡേ ആവശ്യങ്ങൾ, ഭാര്യയുടെ ജോലി, അടുക്കള ജോലി ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ അതൊന്നും നടക്കണം എന്നില്ലല്ലോ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ, ഒരു അഭിപ്രായം പറയുന്ന കാര്യത്തിൽ, എല്ലാത്തിലും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുഞ്ഞുങ്ങളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരു വീടും പെർഫെക്റ്റ് ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ എല്ലാവരുടെ ദാമ്പത്യവും ഭയങ്കര എക്സലൻ്റ് ആയിരിക്കും, നല്ലൊരു ഫാമിലി ലൈഫായിരിക്കും കാണുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും കാണുന്നത്. എപ്പോഴും പറയില്ലേ, റിയൽ ലൈഫും വ്യത്യാസമാണ്. ഇപ്പോൾ റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ലൈഫാണ്. പക്ഷെ അല്ലാണ്ട് തന്നെ പുറത്തേക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം തന്നെയാണ്. ഇപ്പോൾ പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒക്കെ കാണുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പുറത്ത് വെച്ച് കാണുമ്പോൾ ഏതെങ്കിലും ദമ്പതികളൊക്കെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. ആരെങ്കിലും പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വെച്ച് വഴക്കടിക്കുമോ? ഇല്ല. സങ്കടം കാണിക്കുമോ? ഇല്ല. അങ്ങനെയൊന്നുമില്ല. പിണങ്ങിയിരിക്കുന്നെങ്കിൽ പോലും ആ ഒരു പിണക്കവും ഇണക്കവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരും അത് എക്സിബിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കാണുന്നവരേക്കും എന്ത് ഹാപ്പി, ഇവർ എന്തൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ്, എത്ര നല്ല ദമ്പതികളാണ് എന്നൊക്കെ തോന്നും. ആരും അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ദമ്പതികളായിരിക്കില്ല. എല്ലാവരുടെ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉണ്ടാവാത്ത ഒരു വീടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അത് എത്ര ആൾക്കാർക്കാണ് അത്ര ഐഡിയൽ ആയിട്ടൊരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാർ ഉണ്ടാകാം. പക്ഷെ അത് എത്ര പേരുണ്ടാകാം? ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടാകാം? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പാടാണ്. ഓക്കെ,
പ്രശ്നങ്ങൾ ഉണ്ടാവണമല്ലോ, ഉണ്ടാകുന്നതാണ് നല്ലത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, സോൾവ് ആകും, പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകും, പിന്നെയും സോൾവ് ആകും, ഇങ്ങനെയാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സീരിയസ് മാറ്റേഴ്സ് ഒന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡേ ടു ഡേ ലൈഫിലുണ്ടാകുന്ന ഈഗോ ക്ലാഷസ് ആകാം, എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങളാവാം, സിമിലർ ആയിട്ടുള്ള ആൾക്കാരല്ലാതിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതങ്ങനെ ശരിയായില്ല, ഇങ്ങനെ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ സംസാരിച്ചതിന്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ കുറച്ച് നേരത്തേക്ക് വെച്ചേക്കുക. ആ ഗ്രഡ്ജ് കീപ്പ് ചെയ്യാതിരിക്കുക. അത് അന്നേരം പറഞ്ഞ് അന്നേരം തീർക്കണം. പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കണം. അന്ന് പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം, ഏതായാലും കുറച്ച് ദിവസം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല, പിണങ്ങി ഇരുന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അന്നല്ലെങ്കിൽ പിറ്റേന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് അത് തീർക്കുക. അത്തരം വഴക്ക് പണക്കങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ ഭയങ്കരമായ ദേഷ്യം ഇരിക്കുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടു കൂട്ടർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല. പക്ഷേ സമയം കൊടുക്കുക. സമയം കൊടുക്കുമ്പോൾ കൂൾ ഡൗൺ ആകും. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ, ആ വഴക്കിൻ്റെ ഒരു കാഠിന്യം കുറയും, അതിൻ്റെ സീരിയസ്നെസ് കുറയും. നമ്മൾ തന്നെ പല പല കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അത് കുറേയൊക്കെ മറന്നു പോകും. അന്നേരം കുറച്ചുകൂടി പാച്ചപ്പ് ആകാൻ എളുപ്പമാണ്. അപ്പോൾ മൂന്നാമതൊരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് പാച്ചപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിയുക, പിന്നെ അങ്ങ് മറക്കുക. മിണ്ടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാച്ചപ്പ് ആയി കഴിഞ്ഞിട്ട്, ആ വഴക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇണങ്ങി കഴിയുമ്പോൾ, ആ ഒരു ദേഷ്യമൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും പഴയ കാര്യം കൊണ്ടുവരാതിരിക്കുക. ആ ഒരു സബ്ജക്റ്റ് വീണ്ടും കൊണ്ടുവരാതിരിക്കുക. അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ എപ്പോഴാണോ വഴക്കിട്ടു കഴിഞ്ഞു, ആ വിഷയം കഴിഞ്ഞു, അതിൻ്റെ ദേഷ്യമൊക്കെ തീർന്നിട്ട് നമ്മൾ പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും പഴയ, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചില്ലേ, അതെന്തിനാണ് എന്ന് പറയുന്ന ആ ഒരു സംസാരം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും വീണ്ടും ആ ടോപ്പിക്ക് കൊണ്ടുവരാതിരിക്കുക. വൺസ് ഫൊർഗിവൺ, ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് പുതിയ സബ്ജക്റ്റ് കിട്ടുമല്ലോ. വഴക്കുണ്ടാക്കാൻ എത്രയോ സബ്ജക്ട്സ് പിന്നെയും കിടക്കുന്നു. അന്നേരം വീണ്ടും വഴക്കുണ്ടാക്കിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ പഴയ കാര്യം ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. പണ്ടത്തെ സ്കെലിറ്റൻസ് കൊണ്ടുവന്നാൽ ഒരിക്കലും ലൈഫിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സ്മൂത്തായിട്ട്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സുകൊണ്ട് പിണങ്ങിയാൽ ഇണങ്ങാനും, ചെറിയ പിണക്കങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്, ഇണങ്ങാനും വീണ്ടും പാച്ചപ്പായിട്ട് നന്നായിട്ട് പോകാനും മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നവർ മാത്രം വിവാഹത്തിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വഴക്കുണ്ടാക്കി പിണങ്ങി, അത് കഴിഞ്ഞ് ഇണങ്ങി, അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കുക. ഫ്രഷ് കാര്യങ്ങൾക്ക് വഴക്കുണ്ടായിപ്പോഴും ഒരു കുഴപ്പമില്ല, പിന്നെ വീണ്ടും ഇണങ്ങാലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഒരു ദാമ്പത്യം കൊണ്ടുപോകേണ്ടത്. അല്ലാണ്ട് സില്ലി മാറ്റേഴ്സിനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാക്കി തേർഡ് പേഴ്സൺസിനെ ഇൻവോൾവ് ചെയ്ത് പിണങ്ങി വീട്ടിൽ പോയി നിന്ന്, അല്ലെങ്കിൽ വേറെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി അതൊരു വലിയ വഴക്കില്ല. അതൊക്കെ ഒരു ഡൈവോഴ്സിനൊന്നുള്ള ഒരു റീസൺ ആക്കി എടുക്കരുത്. സെപ്പറേഷന്, ഡൈവോഴ്സിന്, പിന്നെ അതൊരു വീടിനകത്തുള്ള സ്വാരസ്യങ്ങൾക്ക് അത് ജസ്റ്റ് വിടുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മേജർ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്തരം കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ കുട്ടികളെ കരുതി പലരും സഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് കൊണ്ടും സമൂഹത്തിനെ ഭയന്നുമൊക്കെയാണ് അത്തരം വിവാഹ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത്, അത്തരം ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ഇറങ്ങി വരൂ എന്ന് പറയാനും പറ്റില്ലല്ലോ, അവരുടെ സാഹചര്യമാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയുള്ള കുട്ടികളാണെങ്കിലും വിവാഹം വേണോ വേണ്ടോ എന്നുള്ള അവരുടെ സ്വന്തം ചോയ്സാണ്. ചോയ്സ് എടുക്കുമ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല ആഫ്റ്റർ മാരേജ് എന്നുള്ളത് ക്ലിയർ മനസ്സിലാക്കി ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി കൊണ്ട്, എന്നാൽ എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചിന്തിച്ച് മാത്രം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ അവർക്ക് ദാറ്റ്സ് ഓക്കെ. പണ്ടത്തെ കാലം അല്ലല്ലോ ഇപ്പോഴത്തെ കാലം. പക്ഷെ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാരാണെങ്കിൽ, എൻ്റെ ജനറേഷനിലുള്ളവരാണെങ്കിൽ പോലും, ഈ ഒരു ജനറേഷനിൽ നിൽക്കുന്നവരും ഇതിനെ തൊട്ട് മുന്നേ ഉള്ള ജനറേഷനിലുള്ളവരും ഒക്കെ കുറേയെല്ലാം ഇങ്ങനെ തന്നെ ജീവിക്കുന്നവരാണ്. ക്ഷമിച്ചും സഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിയും എന്താ പറയുക, പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ മുന്നോട്ട് പോകുന്നവരാണ്. എക്സ്ട്രീം കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള ബോൾഡ്നെസ്, അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം, ആർജവം ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ അത്തരം കഠിനമായ, ഒരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിവാഹ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും. പക്ഷെ അതിന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഒരു സ്ട്രെങ്തും, ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സ്വന്തമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു അടിത്തറ വേണം. സപ്പോർട്ട് സിസ്റ്റം സ്വയം ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ വിവാഹ ജീവിതത്തിൽ എല്ലാ വീടുകളിലും ഇണക്കവും പിണക്കവും ഉണ്ടാവും. ആരുടെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ആയിരിക്കില്ല. അങ്ങനെ വേറൊരാളുടെ കണ്ടിട്ട് എൻ്റെ ലൈഫ് അത്ര ശരിയല്ലല്ലോ എന്ന് സ്വയം തോന്നേണ്ട ആവശ്യമില്ല. പറ്റുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ടു കൂട്ടരും ശ്രമിക്കുക.
എല്ലാം നമ്മൾ പൊട്ടിച്ചെറിയുന്നതും ശരിയല്ലല്ലോ. സൊസൈറ്റിയുടെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള യാത്ര ഇതൊക്കെ ആവശ്യമാണ്. കുഞ്ഞുങ്ങളെന്നുള്ളൊരു വലിയൊരു ഒരു പ്രയോറിറ്റി നമ്മുടെ ഫ്രണ്ടിലുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. നമ്മുടെ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. പ്ലീസ് ടു കം, അഭിപ്രായങ്ങൾ പറയാം. ഇത് എൻ്റെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത്യാവശ്യം ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു ദാമ്പത്യ ജീവിതം, എക്സ്ട്രീം കണ്ടീഷൻസ് ഇല്ലാത്ത. ആദ്യം ഞാൻ പറഞ്ഞ കാറ്റഗറി അല്ല കേട്ടോ ഇത്. നാർസിസ്റ്റ് ആയിട്ടുള്ളൊരു ഭർത്താവോ അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഭർത്താവോ മെൻ്റലി ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡിൻ്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ട് സംശയം അങ്ങനെയൊന്നുമല്ല. നോർമൽ ലൈഫിൽ അതിലും ഉണ്ടാവുമല്ലോ ഇഷ്ടംപോലെ അസ്വാരസ്യങ്ങൾ. അതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയ കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.